അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് ടോപ്പിക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതായ ഞങ്ങളെല്ലാവരും പഠിച്ചു വെക്കേണ്ടതും പല ആൾമാരും ഒറ്റയാക്കിയിട്ട് ആ വിഷയത്തൊന്ന് ക്ലാസ് എടുക്കണോ ചെന്നിട്ട് എന്നിട്ട് ഒറ്റയാക്കിയത് കൊണ്ട് എടുക്കുന്ന വിഷയമായിട്ട് അതായിരിക്കും നിക്കാഹ് ചെല്ലത്. നിക്കാഹ് ഇസ്ലാമിൽ വളരെ പവിത്രമായ ഒരു കാര്യമായിട്ടിക്കട്. നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്തിൽപ്പെട്ടതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. പക്ഷേ ആ നിക്കാഹിൻ്റെ ആ സുന്ദരമായ രൂപത്തെ വിറൂപ്പാക്കിയിട്ട് പല അനാചാരവും പല ഗൊഡ്ഡു ആചാരത്തെ നിറച്ചിട്ട് അതിനെ സമ്പൂർണ്ണമായിട്ടൊരു മേളാക്കിയിട്ട് എന്തോ ഒരു മനുഷ്യന്മാർ കേവലം കാസിനെ പോലാക്കടെ പോലത്തെ ഒരു അനാചാരാക്കിയിട്ട് മാറ്റുന്നതായ ഒരവസ്ഥയിലായിരിക്കും എൻ്റെ സമുദായം നീങ്ങിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണ്ട് വാങ്കിഹുൽ അയാമാമിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു വളരെ സ്പഷ്ടമായിട്ട് ആദേശിക്കട നിങ്ങൾ നിക്കാഹ് ചെയ്യറു. നിങ്ങളെ ആണ് പെണ്ണിട്ട് അള്ളാഹുടെ അടിമകളെ കൂട്ടത്തിൽ നിങ്ങൾ ആണ് പെണ്ണുങ്ങ നിക്കാഹ് ചെയ്യറു. എന്നിട്ട് അള്ളാഹു ചെന്ന ഈ യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളി. ഒരു സമയത്ത് ഈ നിക്കാഹ് ചെയ്ത് ആണ് പെണ്ണ് അങ്ങ് പാവത്തങ്ങായിട്ട് നിങ്ങൾ ഫക്കീറമാരായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ആ ദാരിദ്ര്യത്തെ നീക്കിയിട്ട് ഞങ്ങൾ ഐശ്വര്യക്കാരാക്കിയിട്ട് അള്ളാഹു ആക്കി തീർക്കണാണ്ട്. അപ്പോൾ നിക്കാഹ് ചെല്ലത് ആ നിക്കാഹ് ചെയ്യുക പോകേണ്ടതായ ആണ് പെണ്ണ് അങ്ങ് പാവത്തങ്ങായിട്ടുണ്ടെങ്കിൽ നിക്കാഹിൽ പിന്നെ അള്ളാഹുടെ ഒരു വിശേഷമായ ഔദാര്യം കൊണ്ട് നമുക്ക് നല്ലൊരു ജീവന ഒരു ഐശ്വര്യത്തിലുള്ള ജീവിതം അള്ളാഹു കൊടുക്കൂ വാഗ്ദാനാക്കില്ല. പക്ഷെ അങ്ങനത്തെ നിക്കാഹ് ഇന്നെന്തായാലും ചെന്നെങ്കിൽ നിക്കാഹിൻ്റെ മുന്നൊരു പൈസക്കാരായിട്ടുണ്ടെങ്കിൽ നിക്കാഹിൽ പിന്നെ പാവത്തങ്ങാവിടെ ഒരു അവസ്ഥയിലായിട്ടേക്കും ഉള്ളേ. ഇത് വളരെ ഖേദനീയമായ കാര്യമായിട്ടിക്കട്. നിക്കാഹിന് മുന്നുള്ളൂ അത്യാവശ്യത്തിൽ കാസിന്നങ്ങ നിക്കാഹ് ആയാൽ പിന്നെ ബർബാദയുടെ അവസ്ഥയിൽ ചെന്നെങ്കിൽ ഈ നിക്കാഹിൻ്റെ പിന്നെ അമിതമായ ചെലവ് കടാക്കിയിട്ട് കടത്തെ മേലെ കടാക്കിയിട്ട് അവസാനം കട വീടാവാണ്ട് പിന്നെ സമ്പൂർണ്ണമായിട്ട് അങ്ങ് ടെൻഷനിൽ ഡിപ്രഷനിൽ അവിടേതായ അവസ്ഥയിലേക്ക് ഉണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ പ്രവണത നടന്നിട്ടുണ്ട്. വാസ്തവത്തിൽ നിക്കാഹ് ഇങ്ങനെ വിറൂപ്പാക്കിയത് ആറ്? ഇതിലെല്ലാം കുഖ്യാത്തി ഇതിലെല്ലാം ക്രെഡിറ്റ് ഞങ്ങളെ നേരെ കേരളത്തെ ചില ആൾമാർക്കായിട്ടേക്ക്. പണ്ടെല്ലാം കേരള ചെന്നെങ്കിൽ നമുക്ക് ദീൻ്റെ എല്ലാ വിഷയത്തിലും മാതൃകമായ ഒരു റായായിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ കേരള ചെല്ലത് ഗൾഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട അവിടെ മനുഷ്യന്മാർ ഗൾഫ് പോകാൻ തുടങ്ങിയാറാ. അവിടെ പോയിട്ട് അങ്ങ് വലിയ ബിസിനസ്സിലാക്കിയാറ്, വലിയ മാർക്കറ്റുകളിലും അങ്ങ് എന്താക്കിയ തുറന്നാറ്. അവിടെ അങ്ങ് കൈക്കണക്കില്ലാത്ത കാശുണ്ടായിട്ട് കോട്ടിക്കെട്ടിലെ കാശുണ്ടാക്കിയാറ്. ആ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യന്മാർ റായത്ത് വന്നിട്ട് പള്ളിക്കും ദീനീ സ്ഥാപനങ്ങളും സഹായിച്ചാറ്. പിന്നെ ചില അഹങ്കാരിങ്ങ അങ്ങ് പാവത്തങ്ക അല്ലെങ്കിൽ ദീനുക സഹായക്കാട്ട് അങ്ങനെ കാസരെ അങ്ങനെ കൈക്കണക്കില്ലാത്ത ആ കാസരെ ഒന്നും എന്നിട്ട് കാശ് ഉണ്ടുകൊണ്ട് കാണിക്കണു ചില ഉദ്ദേശത്തിൽ അങ്ങ് റായത്ത് വന്നിട്ടും ആ കാശിനെ എങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ കാട്ടണം. നാറ് കാശ് ഉള്ള ആൾ ചെന്നിട്ട് കാട്ടണം, നാറോ ഹൈഫൈയുടെ ആൾ കണ്ടിട്ട് കാട്ടണം വേനായിട്ട് അതൊക്കെ അങ്ങ് കണ്ടു വെച്ച് തെരുവായിട്ടിട്ട് അങ്ങനെ പെണ്ണുമക്കളെ ആൺമക്കളെ മങ്ങിലാക്കി കൊടുക്കുന്ന ചലങ്ക്. അവിടെ അങ്ങ് എന്തെല്ലാം അനാചാരങ്ങൾ അതിൽ എന്താക്കിയാണ് ആഡാക്കേണ്ടത്. മങ്ങിലാൻ ചെൻ്റെ പേര് മാത്രം അത് മുന്നോളം പേരുകളായിട്ട് ഒരുപാട് വേണ്ടാത്ത അനാചാരങ്ങളെല്ലാം ആഡാക്കിയിട്ട് ആ അത് കംപ്ലീറ്റ് ഒരു ദുഷിച്ച ഒരു കാര്യക്രമമായിട്ടാക്കി തീർത്താർ. അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യക്രമം അതിലങ്ങ് എന്താക്കിയാൽ നടത്തിക്കൊണ്ട് വന്നാർ. അതിൽ അങ്ങ് കാസ് ഇങ്ങനെ ഒലുക്കി പോകേണ്ട പോലത്തെ ഒരവസ്ഥയിലായിട്ടിക്കിടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്തായിട്ട് അതിനെ ഞങ്ങൾക്ക് സാധാരണ എല്ലാ വിഷയത്തിൽ കേരളത്തെ കോപ്പിയാക്കുന്നത് കൊണ്ടു നല്ലതും കോപ്പിയാക്കണം, ചില ബെടക്കും കോപ്പിയാക്കിയിട്ടുള്ള അതിന് ഞങ്ങൾ എന്താക്കിയ ഊടും കൊറിയാൽ അതിനെ കോപ്പിയാക്കുക തുടങ്ങിയ
അങ്ങനെ ആയിട്ടിക്കട് ഈ നിക്കാഹിൽ ഇങ്ങനത്തെ എല്ലാം അനാചാരം കൂടി. മഹാത്മാഗാന്ധിജി ഹംതുള്ള ಅಂದರೆ ഒരു മനുഷ്യനും 3 വക്ത് പിന്നെ തിന്നോകും, അതുപോലെ അത്യാവശ്യത്തിന് ഡ്രസ്സെല്ലാം എടുക്കുകയും അവനക്ക് പിന്നെ വലിയ ടെൻഷൻ അവിടെ ആവശ്യമില്ല. അത് അവൻ്റെ ജീവിതത്തിൽ അവനക്ക് സാധിക്കരുത്. പക്ഷേ എപ്പോൾ അവന് കഷ്ടം അവിടെ ചെന്നെങ്കിൽ ನಾನು ഉള്ള ആൾ ചെന്നിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ കാട്ടുക എപ്പോൾ അവന് ഉദ്ദേശിക്കുകയാണ് അപ്പായിരിക്കണം അവനക്ക് അത് കഷ്ടം അവിടെ ഉണ്ട്. പക്ഷേ അപ്പം അവൻ എന്താക്കത്തിൽ ഫാസ്റ്റായിട്ട് പിന്നെ കണക്കാണ്ടി പിന്നെ ചിലവാക്കോ പോണ്ട. അവിടെ ആയിട്ട് കടല അവിടെ ಕನ್ನಡದ ಅವ್ರ ಗಾದೆ ಉಂಟು, ಹಾಸಿಗೆ ಇದ್ದಷ್ಟು ಕಾಲು ಚಾಚಿ ಉಂಟು. ನಂಗೆ ಎತ್ತರ ಉಂಟು ಅತ್ರ ನಂಗೆ ಅಂತ ചിലവാക്കി കൊണ്ട് തേക്കണം. ഇപ്പം എന്തായിട്ട് ഈ മങ്ങിലത്തെ വിഷയത്തിൽ ഈ പൈസക്കാർ ചില ആൾമാർ കാട്ടുന്നതായ ഈ കോമാട്ടികയിൽ അങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു അഹങ്കാരത്തെ സമാരംഭത്തെ കാരണം കൊണ്ടു മിഡിൽ ക്ലാസ്സിലെ ആൾമാർ കുടുങ്ങി പോയാറ്. അങ്ങ് ആക്കിയില്ലെങ്കിൽ കൊന്നില്ല, അയാളാക്കിത്ത് ഇയാളാക്കിത്ത് റായത്തിൽ ആചാരാക്കിത്ത് അയാളാക്കിത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ആക്കിയില്ലെങ്കിൽ ആവടാ എന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. സഹജമായിട്ട് മിഡിൽ ക്ലാസ് ആൾമാർ ഇതിൽ കുടുങ്ങി പോയാറ്. പക്ഷേ പിന്നെ പൈസക്കാർ അങ്ങനെ ലെവലിൽ അങ്ങ് ആക്കിടാറ്, അത് ഞങ്ങൾ ആക്ഷേപിക്കില്ല. പക്ഷേ ഈ അനാചാരെല്ലാം അങ്ങ് അന്നോ അതിനെ ലെസ്സാക്കിയിട്ട് നിക്കാഹിൻ്റെ ബഗ്ഗയിലായിട്ട് മുഅ്മിനീങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് തപ്പല്ല, അതിൽ വെറൈറ്റി ആക്കിയും തപ്പല്ല. പക്ഷെ അതിൻ്റെ മുന്നുള്ള ഹലദിയും അതുപോലെ ചോക്ലേറ്റ് കൊടുക്കലും ഇങ്ങനത്തെ ഓരോ ഫങ്ഷന് എൻഗേജ്മെൻറ്റ്, ഈ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ എന്തെല്ലാം അനാചാരം. ഒരു ഇന്നത്തെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഖർച്ചിൽ പിന്നെ 4-5 പാവത്തങ്ങളെ മങ്ങിലാക്കി കൊടുക്കുക, അത്രത്തോളം ഖർച്ചാക്കടെ. ശരിക്കും പേര് വേറെ ഒന്നും ഇല്ല. വാസ്തവത്തിൽ ഒരു പെണ്ണുക്ക് ഒരാണുക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നോക്കിയിട്ട് ആവുണ്ടായെങ്കിൽ പെണ്ണൊക്കെ പോണത് ഒരു സുന്നത്തായിട്ട്. അപ്പോൾ പെണ്ണ് അവനക്ക് ആയിത്തുണ്ടായെങ്കിൽ അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടായെങ്കിൽ പിന്നെ അത് അവിടേക്ക് മെയ്യാക്കല്ലേ പാടെ എൻഗേജ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട്. സാധാരണ എൻഗേജ്മെൻറ്റ് 4 ಹಿರಿಯಂಗ കൂടിയിട്ട് ഒരു ನಿಶ್ಚಿತಾರ್ಥಾಕಡದು ഒരു സാധാരണ ഇക്കടത് പണ്ടെല്ലാം ಇಂಥದ್ದು ನಿಶ್ಚಿತಾರ್ಥ ಅಂದರೆ എപ്പം അങ്ങനെ നിശ്ചയിക്കടേ ഡേറ്റൊന്ന് ഫിക്സ് ആക്കടതായ ഒരു സമാരംഭമായിട്ട് ഇക്കട്. അത് ചെറിയ മട്ടിൽ നടന്നുകൊണ്ട് എന്ത് കുറേ ಹಿರಿಯಂಗಳ കൂടിയിട്ട്. പക്ഷേ ഇന്ന് ആ മകിലത്തെ പോലെ എൻഗേജ്മെൻറ്റ് ചൊല്ലതൊന്ന് കൊണ്ടുവന്നത് എന്നിട്ട് അവിടെയും പാടെ ആണ് പെണ്ണിൻ്റെ ഒട്ടിന് പായിട്ട് വീഡിയോ ആക്കടതെല്ലാം കണ്ടുകൊണ്ട് പച്ച ഹറാമായിട്ടിക്കട്. അവർക്ക് ആണുക്ക് പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ടായെങ്കിൽ അവർക്ക് ഓക്കെ ആയാലും പിന്നെ ആ പെണ്ണിടെ നോക്കോ തീരുവാ പാടില്ലത്. പക്ഷേ ഇന്ന് പാടുമ്പോൾ നോക്കിയിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നതും അതൊക്കെ വേനായിട്ട് ഈ പെണ്ണിങ് രാശി വീട് കൂടുന്നതും ഇതെല്ലാം വെറും അനാചാരമായിട്ട് ഇസ്ലാം എതിർക്കുന്ന ഒരു കാര്യമായിട്ട് സുന്നത്തിൻ്റെ പേരിൽ നടത്തുന്നതായ ഒരുപാട് അനാചാരങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരിക്കലും ഇസ്ലാം അനുവദിക്കില്ല. ഇതിനെ നിപ്പാട്ടിലുണ്ടായെങ്കിൽ പിന്നത്തെ ഫ്യൂച്ചർക്ക് വലിയ അടിയായിട്ട് മുസ്ലിം സമുദായത്തിൽ പുറകെ പോകണ്ടേ. ഞാൻ നേരത്തെ ചെന്ന പോലെ മിഡിൽ ക്ലാസ്സിലെ ആൾമാർ കുടുങ്ങി പോയാറ്. പ്രത്യേകിച്ചും ഇന്നത്തെ ആൺമക്ക മങ്ങിലാവ് ഉദ്ദേശിക്കുന്ന ആൺമക്ക പാവം എന്തെങ്കിലും കഷ്ടത്തിൽ പഠിച്ചിട്ട് പിന്നെ എവിടെയും ഗൾഫുക അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗത്തിൽ കൂടിയിട്ട് ചെറിയൊരു സേവിങ് അങ്ങ് ആക്കണത് 5 ലക്ഷം 10 ലക്ഷം ആക്കിയിരിക്കടാറ്. എന്നീ മങ്ങിലാകും അതുപോലെ മങ്ങിലത്ത് പിന്നത്തെ ലൈഫിൽ സെറ്റിലാവണം ചില ഉദ്ദേശിച്ചത്. പക്ഷേ ഇതെന്തായിട്ട് ചെന്നെങ്കിൽ പണ്ടൊരു പളക്കത്തിനെതിരെ മങ്ങിലത്ത് വെച്ച കാസ് ദൊമ്പത്തുക്ക് തീർന്നിട്ട് സാധാരണ ചെല്ലലുണ്ട്. ഇപ്പം എന്തായിട്ട് ദൊമ്പെടുക പോലും പുരുഷത്തില്ലാത്ത ഒരവസ്ഥയായിട്ട്. ഇപ്പോൾ ദൊമ്പത്തെ മുന്നലേ ഈ എൻഗേജ്മെൻറ്റും ഈ ചോക്ലേറ്റ് കൊടുക്കലും ഇത് മൊബൈൽ കൊടുക്കലും അത് കൊടുക്കലും പണ്ട് മൊബൈലൊന്നും ഇപ്പോൾ ഐഫോൺ കൊടുക്കണമുണ്ട്, അങ്ങനത്തെ എല്ലാം ഇന്ത്യ ഇപ്പോൾ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇതിലെ എന്താ ഈ എൻഗേജ്മെൻറ്റിലെ ഉണ്ടാക്കിയതായ കാസെല്ലാം തീർന്നു പോയിട്ട് പാടെ മഹർക്ക് വേറെ കൊടുക്കണം. മഹർ ഇപ്പോൾ കോമ്പറ്റീഷൻ പോലെ വലിയ മഹർ കണക്കാണ്ടി വലിയ മഹർ കൊടുക്കാത്ത നല്ലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹറൊന്നും കൊടുത്തിട്ടില്ല. മഹർ ആരെ കൊടുക്കണം നല്ലല്ലാണ്ട് ഇതിട്ട് പിന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായം വലിയ മഹർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. നിക്കാഹ് ചെല്ലത് എത്രത്തോളം നിക്കാഹിൻ്റെ ചെലവ് കുറവടിയോടും അത്രത്തോളം ആ നിക്കാഹിൽ ബർക്കത്തുണ്ടായിരിക്കരുത് ഹദീസിലുള്ള കാണ്ട്. പക്ഷേ ഇന്ന് എന്നിട്ട് കണക്കിടാണ്ട് ഇസ്രാഫാക്കിയിട്ട് നിക്കാഹാക്കിയാൽ അതിന് ബർക്കത്ത് കുറഞ്ഞു പോയിട്ട് ആ ബർക്കത്തിലെ ആ കുറയാൽ കൊണ്ടായിരിക്കും ഇനി ഡൈവേഴ്സുകൾ എത്തിയിട്ടുള്ളേ. ഏതുമാവട്ട് ഒരു യുവാവ് അതായത് ഒരു ബാലക്കാര മങ്ങിലായിട്ട് കുറേ സമയമായിട്ട് കുറേ നാലായി ഒരു
4-5 തിങ്കളായാലും പിന്നെ നമുക്ക് കണ്ടുമുട്ടിയാവും എൻ്റെ ചങ്ങായൊക്കെ നല്ല ശിഷ്യമാവും. അപ്പോൾ ആ ബാലക്കാരുടെ മുഖത്തിലൊരു സന്തോഷത്തൊരു മുഖം കാണില്ല, ഒരു ലവലവിക്കയില്ല. എന്നോണ്ട് കേട്ടപ്പോൾ ആ ബാലക്കാർ ചെന്ന ഉസ്താദ് ഒരുപാട് കടമുണ്ടെന്ന് കേട്ടു. അപ്പായിരിക്കും ഈ ബാലക്കാർ ഈ ബേജാറ് ചെല്ലട്ടെ എൻ്റെ ഒരുപാട് ഇങ്ങനെ അങ്ങനത്തെ തല്ലോ കുറേ ഗൊഡ് ആച്ചാരങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടു എല്ലാം കടാക്കിയിട്ട് ബാക്കിയായിട്ടുണ്ട്. ചെമ്മ ലാക്കിൽ മേലൊരു കട ഉണ്ട്. ഇന്ന് ഈ കടായിട്ട് ഇന്നിപ്പോൾ അവന് പ്രഗ്നൻ്റ് ആയിട്ടാണ്. ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഇന്നെന്താണ് ഇന്ന് കുറേ സമയം പേരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ കരച്ചിങ്ങ. അത് ചെന്നിട്ട് കാര്യം അതൊരു വേറെ സബ്ജക്റ്റ് ആയിരിക്കും. അവിടെ കുറേ കരച്ചിങ്ങ. എന്നിട്ട് പിന്നെ മങ്ങലത്ത് മുന്നലെ പിന്നെ അപ്പത്തെ മങ്ങിലുണ്ടെന്നുണ്ട്. അതൊക്കെ അതേപോലെ നേരത്തെ നടന്നതായ അതേ പിന്നെ ആ എൻഗേജ്മെൻറ്റിൽ പിടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും വിരിക്കൊണ്ട് പാടെ അതേപോലത്തെ കാറ്ററിനും ആവണം, അതേപോലത്തെ സെറ്റപ്പ് ആവണം. എന്നിട്ട് ഈ പെഞ്ഞായി പെത്തൽ പിന്നെ പാടെ ഹോസ്പിറ്റലിൽ ചിലവെല്ലായിട്ട് പിന്നെ പാടെ എന്തേ ഈ തൊട്ടിലിടൽ കാര്യക്രമം അതുക്കും അതേപോലെ നേരത്തെ എൻഗേജ്മെൻറ്റുക്കും അതുപോലെ ഈ അപ്പത്തമ്മങ്ങലത്തെ ആക്കി അതേ ചിലവും. അതിനാണ് യാറല്ലാണ്ട് കൊടിയാവോ തീരാണ്ട് ഇങ്ങനെ കടത്ത മേലെ കടായിട്ട് ആണ് മക്കാക്കേണ്ടില്ല. ചിലപ്പോൾ അവത്തുള്ള അബ്ബമാർ നയിക്കാണ്ട് അവത്തുള്ളിക്കുവാറ് ഇതെല്ലാം മോൻ്റെ മേലായിട്ട് പോരായിട്ടില്ലേ. ഇതൊരു ലോഡ് കട്ടിൽ കടായിട്ട് ഓൺ പിന്നെ അങ്ങനെ ഏലിക്കവിടെ ഓൻ്റെ ജീവിതം ഇത് ഈ ടെൻഷനിൽ ബാക്കിയായിട്ട് ഇത് വല്ലാത്തൊരു ഖേദനീയമായ അംശമായിട്ട് അങ്ങനെ ബാലക്കാർക്ക് ഡിപ്രഷൻ എത്തുകയും റായപ്പെടുകയും കാരണമായിട്ടുണ്ടു. ഇത് ആരും തലക്കെടുത്തിട്ടില്ല. എല്ലാവർക്കും തിന്നണം, എല്ലാവരും വേറെ പൊട്ടിയാക്കണം. ഏറ്റവും ഇതൊരു മുഖ്യ സൂത്രധാരിമാർ പെൻഡിങ് ആയിട്ടിരിക്കും. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇതിക്ക് പ്രേരണ കൊടുത്തോണ്ടില്ലേ. നങ്ങാക്കില്ലെങ്കിൽ അവിടെ നൻ്റെ ചെന്നല്ല പിന്നെ നൻ്റെ മാപ്പിലേക്ക് എത്ര ചിലവുണ്ട്, നൻ്റെ മാപ്പിലേക്ക് എത്ര നയിപ്പുണ്ട്, എത്ര വരമാനുണ്ട്, നൻ്റെ മോనికి എത്ര വരമാനുണ്ട്, അത്രത്തോളം അവിടേക്ക് ചുരുക്കണ്ടേ. അവനാക്കിത്ത് ഹാജരാക്കിത്ത് പിന്നെ ഇയാളാക്കിത്ത് ചെന്നിട്ട് നങ്ങാക്കുമ്പോൾ ഭർത്താവാ ഞങ്ങളെ മാപ്പിലേക്ക് അത്ര കഴിവില്ല കൊണ്ടുവന്ന് പിന്നെ അത് എത്ര സിമ്പിൾ ആക്കണ്ടേ. മനുഷ്യന്മാർ എന്ത് ചൊല്ലാട്ട് നാളെ ഈ വിഷയത്തിൽ കഷ്ടപ്പെടാറ്, ഈ വിഷയത്തിൽ ടെൻഷൻ ആക്കിടാറ്, ജാവ് ഇറങ്ങി കിടന്നെങ്കിൽ വറക്ക് പറത്താറ്, നാളെ ഇതേ വിഷയത്തിൽ ടെൻഷനായിട്ട് ഷുഗറും ബീഫെല്ലാം യാരവിടെ ആറ് അതെല്ലാം ചിന്തിക്കണ്ടേ. ഞങ്ങൾ മനുഷ്യന്മാർ ചെല്ലാറ് ഞങ്ങൾ ആക്കണമാ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ആവതില്ല, ഞങ്ങൾ ഇത്ര ആക്കടാന്ന് ചൊല്ലുന്ന ഒരു ആ ധൈര്യം ഞങ്ങളെ പെണ്ണിങ്ങ ഞങ്ങളെ കാട്ടില്ലേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ ചൊല്ലുന്നത് സയക്കൂണു സമാനുൻ അല ഉമ്മത്തി, നല്ല ഉമ്മത്തിന് മേലെ ഒരു സമാൻ പറഞ്ഞുകൊണ്ടു. പിന്നെ യക്കൂനു ഹലാഖുർ റജുലി ബിയദി സൗജത്തിഹി, പിന്നെ ഒരു കാലഘട്ടം നല്ല ഉമ്മത്ത് പണ്ട് അണ്ടത്തെ നാൾ ഒരു ഭർത്താവിടെ ഹലാക്ക് അവിടെ ഭാര്യനെ കൊണ്ടായിട്ടിട്ടുണ്ട്. അതെന്തേ അങ്ങനെ ചൊല്ലുക കാരണം അത് അപ്പുറം ചെല്ല് അവനുക്ക് ആവതാവത്ത ഒന്നിൻ്റെ മേലെന്താക്കടെ കീർത്തിക്കടേ അവനുക്ക് ആവതാവത്തനെ അവനുക്ക് ലോഡാക്കണം. അവനുക്ക് പൊറുക്കു തീരാത്ത അവനുക്ക് ലോഡ് കൊടുത്ത് എന്താക്കണം, അവനുക്ക് ഉള്ള വരമാനം ഇത്തര അതിനായിട്ട് യാർ അവനുക്ക് വരമാനം ഞങ്ങൾ ഉണ്ടാക്കി പിന്നെ ചിലവ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അപ്പോൾ എൻ്റെ മാപ്പിളിൻ്റെ ചിലവ് ഇത്തര അത്രല്ലേ എൻ്റെ മാപ്പിളിൻ്റെ വരമാനം ഇത്തര അത്രല്ലേ എൻ്റെ ചിലവ് ഒതുങ്ങണു ചെല്ലെ ഒരു ഭാവന അങ്ങനത്തെ ഒരു കനിഷ്ഠ ഒരു ബോധം ഞങ്ങളെ പെണ്ണിങ്ങോ ഇല്ലാത്തത് വലിയ വേജാര വിഷയമായിരിക്കുന്നത്. അങ്ങ ബിയാരിക്കുവാൻ ഇങ്ങനെ ബിയാരിക്കാണ്ടില്ല, അങ്ങനെ അല്ല അങ്ങ ബിയാരിക്കാൻ ഇങ്ങനെ ബിയാരിക്കാണ്ട് ഞങ്ങളെ മാപ്പിളമാരെ ഞങ്ങളെ ആൺമക്കളെ ഞങ്ങൾ കൊണ്ടമ്മ ടെൻഷനാക്കി പാടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് തലക്ക് പോകണില്ല, ഇങ്ങനത്തെ എല്ലാം വെറൈറ്റി ഫുഡുകളിലാക്കിയിട്ട് വേസ്റ്റ് ആക്കിടാറ്. ഒരു സിമ്പിളായിട്ട് ഒരു മങ്ങിലാക്കിയിട്ട് ഒരു നെയ്ച്ചോറ് ഇറച്ചിക്കറി ഒന്ന് കൊടുത്തിട്ടു എല്ലാവരും ചോറ് കൊടുക്കണം. ആയത്തങ്ങ് ചോറ് കൊടുക്കാൻ വേണ്ടല്ല, അത് നല്ലമേ ഭക്ഷണം കൊടുക്കണം നല്ലേ. പക്ഷേ ഇങ്ങനത്തെ എല്ലാം വേസ്റ്റേജ് ആക്കണ്ട, ഇങ്ങനത്തെ എൻഗേജ്മെൻറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. പണ്ടത്തങ്ങ് നേരത്തെ അത് മെയ്യാവില്ലേ, പിന്നെ എന്ത് ചിലവാക്കി പാട്ടാറ് ഇങ്ങനെ ചിലവാക്കി പാട്ടിട്ട് മാനിങ്ങനെ ടെൻഷനാക്കി പാട്ടാണ്ടി ആ കാശിൽ എന്തെങ്കിലും നല്ലത് കൊടുക്കൂ. എത്തിയും കാണത്തുക അല്ലെങ്കിൽ പാവപ്പെട്ട മുത്താലിമിങ്ങുക അല്ലെങ്കിൽ റായത്തില കുടുംബത്തെ എത്ര പാവത്തങ്ങ ഉള്ളാർ, പാവത്തെ പെൺമക്കൾ ഉള്ളാർ അങ്ങ് കൊടുക്കൂ. പൈസക്കാരിൻ്റെ അഹങ്കാരത്തിൽ ഇറങ്ങി പിന്നെ നടന്നുകൊണ്ടുള്ളാർ. ഈ പൈസക്കാർ പക്ഷേ ഞങ്ങൾക്ക് ആർ കേൾക്കണമെങ്കില്ലാണ്ട് നീನು ഈ കേജ് ഗട്ടിലെ ಬಂಗಾರಾಕಿಟ್ಟು ನೀನು ಮನುಷ್ಯಮಾರ ಎಡಲಿ ನೀನು ಪವರ್ ಕಾಣಿಸ್ಕೊಂಡಿಲ್ಲ. ಅದೇ ಸಂದರ್ಭത്തിൽ ಇಡೋ ഒരു പോറ് ബംഗാറില്ലാത്ത എത്രയോ പാവത്തെ പെണ്ണുമക്കൾ റായത്തിലുള്ളാർ സമുദായത്തിലുള്ളാർ അങ്ങനെല്ലാം അങ്ങനെല്ലാം സമ്മൂഹത്തെ അള്ളാഹു നിന്നിട്ട് കേൾക്കും. നീ എന്തിനു ചൊല്ല ഉത്തര എനിക്ക് നിൻ്റെ മോൾഗു നിൻ്റെ പിന്നെ മോൾഗു പൊറുക്കൂ തീരാത്ത ബംഗാർ നീട്ടുണ്ടില്ല.
എങ്കിൽ ചുറ്റുഭാഗത്ത് നിൻ്റെ ഒരു സമുദായത്തെ എത്ര പെണ്ണുമക്ക പാവത്തെ പെണ്ണുമക്ക കണ്ണീരിൽ കൈ കഴുകിയിട്ടുള്ളത് നീ കണ്ടോണ്ടില്ലേ. അതുകൊണ്ട് പൈസക്കാരെല്ലാം നിങ്ങളെല്ലാം നാളെ ആഖിറത്ത് അല്ലാഹു കോടിക്കാൽ നിപ്പാട്ടൊരു കാലമുണ്ട്. അണ്ട് നീ കേദിക്കണോളൂ എല്ലാം അല്ലാഹു കേൾക്കട. അതുകൊണ്ട് ഈ വിഷയത്തെല്ലാം അയത്തരം നിങ്ങൾ ബോധ ഉള്ള ആൾമാരാവണം. ഇതെല്ലാം ഈ എൻഗേജ്മെൻറ്റ് ഇതെല്ലാം നിരുത്സാഹപ്പെടുത്തണം. ഞങ്ങൾ വെച്ചോളൂ എൻഗേജ്മെൻറ്റ് ഞങ്ങൾ വേണ്ടില്ലേ വേണ്ട എല്ലാം സിമ്പിളാക്കോ ഞങ്ങൾ സിമ്പിളാക്കിയിട്ടേ ഞങ്ങൾ ആക്കിയിട്ട് മാത്രമേ ഭവിഷ്യത്തിൽ ഞങ്ങളെ ആൾമാർ കടമുക്തമായിട്ട് ജീവിക്കുവാറ്. ഉണ്ട് 4 മുഖത്തിൽ എല്ലാവരും കട കാരണം എന്തേ കൈ കണക്കില്ലാത്ത ചിലവായിട്ട് പെൻഡിങ് ആയിരിക്കും. ഈ വിഷയത്തിൽ യാരെ പ്രേരണ കൊടുത്തോണ്ടില്ല. അതുകൊണ്ട് പെൻഡിങ് എന്താക്കണം എത്ര സിമ്പിളാക്കോ ചൊല്ലണം. സിമ്പിളാക്കോ നിങ്ങൾ എത്ര വാരമാണല്ലോ അത്രയും നിങ്ങൾ ആക്കറു. മനുഷ്യന്മാരെന്ന് ചൊല്ലട്ടെ. മനുഷ്യന്മാരെ നല്ല ചൊല്ലി എത്രയേ തിന്നെങ്കിൽ എത്ര അങ്ങനെ വേറെ നിറച്ചെങ്കിലും അങ്ങ് നല്ല ചൊല്ല ജാതി എന്തോ അല്ല. നല്ല മനുഷ്യന്മാരിപ്പോൾ വേറെ നടക്കുന്നതുമില്ല. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ഇടയിൽ നമുക്ക് പേരും പ്രശസ്തി കിട്ടണമെന്ന് ചെന്നിട്ടു എല്ലാം ചിലവാക്കിയിട്ട് 4 മുഖത്ത് കടാക്കിയിട്ട് ജീവിക്കണാണ്ടി എത്ര കട കുറഞ്ഞിട്ട് എത്ര ചിലവ് കുറച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച പ്രകാരം ദീനിൽ ജീവിക്കുക പ്രയത്നാക്കുക. നമുക്ക് കാശെന്നെങ്കിൽ യാരെന്നെങ്കിൽ ദീനിനും ദീൻ്റെ സ്ഥാപനം കൊടുത്തിട്ടു അല്ലെ പാവത്തങ്ങൾക്ക് കൊടുത്തിട്ട് അള്ളാഹുവിടെ മുഖാന്തരം കിട്ടുക സവാബടെ നിങ്ങൾ ആഗ്രഹിക്കുക. മനുഷ്യന്മാരെ പ്രശംസ നമുക്ക് വേണ്ട. അള്ളാഹു ഇനിയെങ്കിലും ഞങ്ങളുടെ സമുദായത്തിൽ നല്ല ബുദ്ധി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാ സമുദായത്തെ എല്ലാ പാവപ്പെട്ടങ്ങളെ മിഡിൽ ക്ലാസ്സുകളെ കടത്തി അള്ളാഹു വീടുകളിലെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി